രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് കോൺഗ്രസ് പതാക ഇല്ലാത്തതിന്റെ കാരണം പറയാനാകില്ലെന്ന് എം ഹസൻ. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ല. മറ്റു മണ്ഡലങ്ങളിൽ താൽപര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് പതാക ഉപയോഗിക്കാം, ചിഹ്നം മാത്രം ഉപയോഗിക്കും. ആ തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാവില്ലെന്നും ഹസൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റീസൺ ഒരു പതാകയും വേണ്ട എന്നുള്ളതാണ്. ഐക്യമുന്നണി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല, ഞങ്ങൾ പതാക അല്ല ഞങ്ങളെ പതാക ഉപയോഗിച്ചാൽ മാധ്യമങ്ങൾ പതാക ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കും. ഇല്ല, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല, പിന്നല്ലേ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല. റീസൺ പതാക വേണ്ട, ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാ തീരുമാനിച്ചു. അല്ല, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട. അല്ല, നിങ്ങൾ എത്ര പക്ഷത്തിൽ ചോദിച്ചാലും ഞങ്ങളുടെ തീരുമാനം ഇതാണ്. അല്ലല്ല, ഓരോ മണ്ഡലത്തിലും അവർക്ക് ചെയ്യാം. ഓരോ മണ്ഡലത്തിലെയും ഐക്യമുന്നണി നേതാക്കൾക്ക് ഈ പ്രചരണത്തിൽ പതാക ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. സുജു ടി ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുജു, രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ലെന്നും മറ്റു മണ്ഡലങ്ങളിൽ താൽപര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് പതാക ഉപയോഗിക്കാമെന്നുമാണ് ഇപ്പോൾ എം ഹസൻ പറയുന്നത്. വിശദാംശങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആവണി ഹസൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇനി പതാകകളെ ഉപയോഗിക്കില്ലെന്നാണ് ഹസൻ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുമ്പോൾ പതാകകൾ ഉപയോഗിക്കാഞ്ഞത് വലിയ വിവാദത്തിന് ഇട നൽകിയിരുന്നു. ഇപ്പോഴിതാ ഇനിയും പതാകകൾ തുടർന്നും ഉപയോഗിക്കില്ലെന്ന്. ഇതിന് പ്രധാനമായ കാരണം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മുസ്ലിം ലീഗിൻ്റെ പതാക മുമ്പ് ഉപയോഗിച്ചപ്പോൾ, അതായത് മുസ്ലിം ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒരുമിച്ച് ഉപയോഗിച്ചപ്പോൾ ദേശീയ തലത്തിൽ BJP അത് പാകിസ്ഥാൻ്റെ കൊടി എന്ന തരത്തിലൊക്കെ തന്നെ വ്യാഖ്യാനിക്കുകയും ചില വർഗീയ തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതിനെ ഭയപ്പെട്ടാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി നോമിനേഷൻ നൽകാൻ നേരത്ത് ഈ പതാക ഉപേക്ഷിച്ചെന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും എം ഹസൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വയനാട് മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്തുകയാണ്. ആ ഘട്ടത്തിൽ കൊടി ഉപയോഗിക്കില്ല എന്നാണ് ഹസൻ പറഞ്ഞ. ഹസന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പതാകയാണ്, തങ്ങളുടെ രാഷ്ട്രീയ പതാകയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അത്തരം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു കൊടി അല്ലെങ്കിൽ പതാകയാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ലെന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന എം ഹസൻ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസും UDF പോയി എന്ന് ചോദിക്കുമ്പോൾ ഹസൻ അതിന് ഉത്തരമില്ല. മാത്രമല്ല, ഞങ്ങൾ ഇതിന് തീരുമാനം എടുത്തിരിക്കുകയാണ്, ഈ തീരുമാനം മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് ഹസൻ പറയുന്നു. അതായത് കോൺഗ്രസ് പോലെ രാജ്യത്തെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് സംസ്ഥാനത്ത് തങ്ങളുടെ ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായിരുന്ന രാഹുൽ ഗാന്ധി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആ കൊടി എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന കാരണം പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ പറ്റില്ലെന്ന് ഹസൻ പറയുമ്പോൾ വ്യക്തമാണ്, അതിൻ്റെ കാരണം പോലും പറയാൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നു. അത് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തന്നെ ഉത്തരം പറയാൻ എം ഹസന് സാധിക്കുന്നില്ല. ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. കോൺഗ്രസ് ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഹസൻ പറയുന്നു. അതിനോടൊപ്പം തന്നെ കാരണം വ്യക്തമാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ സാധാരണ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം അത് കോൺഗ്രസിന് മാത്രമല്ല, ഇന്ത്യയിലെ CPIM ഉൾപ്പെടെയുള്ള CPI ആയിക്കോട്ടെ, ഏത് പ്രസ്ഥാനത്തിനും അവരുടെ കൊടി എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. അത് പലപ്പോഴും ഹസൻ പറഞ്ഞതുപോലെ തന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി. പ്രത്യേകിച്ച് നമുക്കറിയാം പല അവസരങ്ങളും ആ കൊടി എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത്തരം ഒരു കൊടിയെ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വയനാട്ടിൽ കോൺഗ്രസിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല, മറ്റ് 19 മണ്ഡലങ്ങളിലെ കാര്യം ചോദിക്കുമ്പോൾ അവിടെ ഇഷ്ടമുള്ളവർക്ക് കൊടി ഉപയോഗിക്കാം. അതായത് ഹസൻ തന്നെ വ്യക്തമാക്കുവാണ്, ഇത്തരം കൊടി ഉപയോഗിക്കാത്തൊരു തീരുമാനമുള്ളത് വയനാട്ടിൽ മാത്രമാണ്. മറ്റ് കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലത്തിലും കൊടി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് തന്നെ ഹസൻ പറയുന്നു. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം എന്നാണ് ഹസൻ പറഞ്ഞത്. ഇതിലൊക്കെ തന്നെ വലിയ ഒരു പൊരുത്തക്കേടുണ്ട്, അല്ലെങ്കിൽ യോജിക്കുന്ന ഒരു കാര്യമല്ല.
മാത്രമല്ല 19 മണ്ഡലങ്ങളിൽ കൊടി ഉപയോഗിക്കുകയും ഒരു മണ്ഡലത്തിൽ മാത്രം കൊടി ഉപയോഗിക്കാതിരിക്കുകയും അതിന്റെ കാരണം ഹസന് പറയാൻ സാധിക്കുന്നില്ല എന്നത് സംസ്ഥാനത്ത് കോൺഗ്രസ് നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു ഘടകകക്ഷിയെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ആ ഘടകകക്ഷിയുടെ കൊടി കൊണ്ടാണോ അത് ഉപയോഗിക്കാത്തതെന്ന ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ പറ്റാത്തൊരു സാഹചര്യം. അതായത് ഇവിടെയും മുസ്ലിം ലീഗിനെ സംശയത്തിന് നിലയിൽ ഹസൻ നിർത്തുകയാണ്. അങ്ങനെയല്ല കാരണമെങ്കിൽ തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് പ്രശ്നമല്ല എങ്കിൽ ആ പ്രശ്നം മുസ്ലിം ലീഗിന്റെ കൊടിയല്ല എന്ന് ഹസൻ പറയാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ കോൺഗ്രസിനുള്ളിലെ മാത്രം പ്രശ്നമല്ല, UDF-ൽ തന്നെ തന്റെ ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കുവാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കത്തിലെ മറുപടി നൽകാൻ പോലും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പരാജയപ്പെടുകയാണ്. എന്തായാലും ആവണി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ കൊടി ഉപയോഗിക്കില്ലെന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന MM ഹസൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ കോൺഗ്രസ് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന കാര്യം ഹസന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആവണി, സുജു, കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഇത്തരത്തിൽ കൊടി ഉപയോഗിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു പതനം തന്നെയല്ലേ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ആവണി ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ തരത്തിൽ ദേശീയ തലത്തിൽ വിമർശിക്കപ്പെട്ട സംഭവമാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ച 7% വോട്ട് മാത്രമാണ്. അതായത് വോട്ട് വിഹിതത്തിൽ വലിയ കുറവുള്ളൊരു സ്ഥലമാണ് BJPയുടെ. അങ്ങനെ BJPയെ നേരിടാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കാൽനട യാത്ര നടത്തുന്നു. അങ്ങനെ യാത്ര നടത്തുന്നു, ഇന്ത്യയിൽ പോരാടുന്ന പ്രധാനപ്പെട്ട നേതാവെന്ന് പറയപ്പെടുമ്പോഴാണ് വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി കാലാകാലം മത്സരിച്ച സീറ്റുകളിൽ മത്സരിക്കുന്നതിന് പകരം ഇത്തവണ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തി മത്സരിക്കുന്നു. ഇനി മത്സരിക്കുന്നതാകട്ടെ സ്വന്തം പതാക പോലും ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി ആ പതാക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപക്ഷെ കോൺഗ്രസ് മത്സരിക്കുന്ന വലിയ തോതിൽ 100-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് വലിയ തരത്തിൽ. അത്തരം സീറ്റുകളിൽ ഒന്നും നേരിടാത്ത ഒരു പ്രതിസന്ധിയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേരിടുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ 540 ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ഒഴികെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിന് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി പദവികൾ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും തന്നെ ഇല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് സ്വന്തം പാർട്ടിയുടെ കൊടി തൻ്റെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് തീർത്തും അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. മാത്രമല്ല നാണംകേട് കൂടിയുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ കാരണം പോലും സാധാരണ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ആവണി സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്, അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ ആ തീരുമാനം കോൺഗ്രസിന് വെളിപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് BJPയെ ഭയന്ന് സ്വന്തം കൊടി ഉപേക്ഷിച്ചു എന്ന തരത്തിൽ ആരെങ്കിലും വ്യാഖ്യാനിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഇടം നൽകുന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ തീരുമാനം പോകുന്നത്. അത്തരത്തിലെ വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും ഇതിനോടകം തന്നെ വന്നിരുന്നു. അതായത് BJPയെ ഭയപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിനെ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട അതിന് തത്തുല്യമായ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വ പദവി വഹിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് സ്വന്തം കൊടി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിനെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ആ കൊടി ചേർത്ത് കിട്ടുമ്പോൾ അതിനെ BJP പരിഹസിക്കുമോ അല്ലെങ്കിൽ തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുവാൻ പോലും കോൺഗ്രസിന് ധൈര്യപ്പെടുന്നില്ല, അത് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നൊരു ഘട്ടമാണ് കേരളത്തിലുള്ളത്. അത് തീർച്ചയായിട്ടും ദയനീയമായ അവസ്ഥയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ ഹസൻ തന്നെ പറയുമ്പോൾ ഞങ്ങൾക്ക് കൊടി കെട്ടാനും വയ്യ, കൊടി കെട്ടിയാൽ നിങ്ങൾ വിമർശിക്കും, അല്ല കൊടി കെട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും, ഇങ്ങനെ രണ്ടും പറയുന്നു. അതായത് ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ ധീരതയോടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഉത്തരം പറയാൻ ഇത് കൊടിയുടെ വിഷയത്തിൽ മാത്രമല്ല, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അത്തരം വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴും കോൺഗ്രസിന് കൃത്യമായ ഒരു സ്റ്റാൻഡ് പറയാൻ സാധിക്കുന്നില്ല. ദേശീയ അവരുടെ പ്രസിഡന്റായിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെയോട് പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ട് പറയാം അല്ലെങ്കിൽ രാത്രി ആലോചിച്ചിട്ട് നാളെ പറയാമെന്ന മറുപടി. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടുന്ന കാഴ്ചയുമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്ന് MM ഹസൻ പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹവും നേരിട്ടതും അദ്ദേഹത്തിൻ്റെ മറുപടികളിലും അവ്യക്തത തുടരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആവണി, ശരി, രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് കോൺഗ്രസ് പതാക ഇല്ലാത്തതിന്റെ കാരണം പറയാനാകില്ലെന്ന് MM ഹസൻ. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ല, മറ്റു മണ്ഡലങ്ങളിൽ താൽപര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് പതാക ഉപയോഗിക്കാമെന്നും ചിഹ്നം മാത്രം ഉപയോഗിക്കുമെന്നും ആ തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാകില്ലെന്നുമാണ് MM ഹസൻ പറഞ്ഞത്. വിശദാംശങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.